ഇവിടെ ആരാ മോളെ അഡ്മിറ്റ് ആയിട്ടുള്ള? അമ്മ എന്താ അസുഖത്തിനാണ്? ഡയാലിസിസ് ചെയ്തോണ്ടിരിക്കുന്നു. ഈ മരുന്നിന് വേണ്ടി ഇവിടെ വന്നു. അപ്പം എല്ലാ മരുന്നും കിട്ടിയോ? ഇല്ല മരുന്ന് ഇല്ലാന്നാ പറഞ്ഞേ. എത്ര കൂട്ടം മരുന്നുണ്ട്? ഇതിപ്പോ ഒരു കൂട്ടമുള്ളൂ, അത് ഇവിടെ ഇല്ലാന്ന് പറഞ്ഞു. പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരും അല്ലേ? ദിവസം ഇങ്ങനെ വരുന്ന ഇപ്പൊ മരുന്ന് എപ്പോഴെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഇവിടെ? ഇല്ല, ഞങ്ങള് 3 പ്രാവശ്യം വന്നു, ഇവിടെ ഇല്ലാന്ന് പറഞ്ഞു. ഇല്ല, അവിടെയും കിട്ടിയിട്ടില്ല, മേലില്ല. കുറേ നേരം വെയിറ്റ് ചെയ്ത് പിന്നെ ഇവിടെ നിന്ന് ഇവിടുന്ന് കിട്ടാനിപ്പോ അവിടെ പോകാൻ പറഞ്ഞപ്പോ അവിടെ ഇല്ല. ഇനിയിപ്പോ പുറത്തുനിന്ന് വാങ്ങി കൊടുക്കല്ലാരും. വാങ്ങിക്കുമ്പോ പൈസ ഇതിന്റെ ഇരട്ടി ആവില്ലേ? അതാവും. അപ്പൊ ഇനിയിപ്പോ വാങ്ങാൻ അസുഖം വന്നാ പിന്നെ ഇപ്പൊ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ഇപ്പം പിന്നെ എന്താ ഡയാലിസിസ് ചെയ്യാനുള്ള മരുന്നാണ് തെരഞ്ഞെടുക്കുന്നത്. മരുന്ന് തികയില്ല. കുറച്ച് അവിടുന്ന് ഫാർമസിയിൽ വാങ്ങിച്ചാൽ കൊണ്ട് കൊടുത്തു. ഇനിയിപ്പോൾ ഒരു മരുന്ന് കൂടെ കിട്ടണം. അത് ഇവിടെ കിട്ടിയില്ലെങ്കിൽ അവിടെ കിട്ടും, അവിടെ കിട്ടില്ല. ഇനി ഇവിടെ പോയിട്ട് പുറത്തുനിന്ന് വാങ്ങിയിട്ട് അവിടെ കൊടുക്കണം. ഞങ്ങൾക്ക് ഇപ്പോൾ കരുണയുടെ ഇതിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. അതാണ് ഒരു ഇൻഷുർ ഉള്ളൂ. അപ്പോൾ അതിൽ ഞങ്ങളോട് പറഞ്ഞത് ഇവിടെ കരുണയിൽ മരുന്നൊന്നുമില്ല, എല്ലാം ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ ഓപ്പറേഷൻ റെഡി ആവുമ്പോൾ നിങ്ങൾ ഒരു 2.5 ലക്ഷം രൂപ കയ്യിൽ കാണുമെന്നാണ് പറഞ്ഞത്. പലതും വില കൂടിയ മരുന്നുകളാണ് ഇവിടെ ഇല്ലാത്തത്. വില കൂടിയ മരുന്നുകളാണ് ഇല്ലാത്തത്. ഇപ്പം ഷുഗർ രോഗികളുടെ സ്ട്രിപ്പ്, കയ്യിൽ കുത്തുന്ന സ്ട്രിപ്പ്, അതൊന്നും ഇവിടെ കിട്ടണില്ല. അപ്പം അതൊക്കെ നമുക്ക് പുറത്തുനിന്ന് മേടിക്കുമ്പോൾ കുറച്ചധികം പൈസ ആവുന്നുണ്ട്. പിന്നെ വേറെ ചെറിയ വിലയുള്ള മരുന്ന്, ഇപ്പം നമ്മളൊരു 500 രൂപയുടെ മരുന്നാണ് ഒരു ദിവസം എഴുതുന്നതെങ്കിൽ ഒരു 150 രൂപയുടെ മരുന്നൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും. ബാക്കി ഭൂരിഭാഗം ഒരു 300 രൂപ 400 രൂപയുടെ മരുന്നുകളൊക്കെ പുറത്തുനിന്നാണ് നമുക്ക് മേടിക്കേണ്ടി വരുന്നത്. മരുന്നിന് വന്ന മരുന്നില്ല എന്ന് തന്നെ പറഞ്ഞത്. നേരത്തെ എങ്ങനെ? നേരത്തെ മുമ്പ് അന്ന് ഇല്ല എന്ന് തന്നെ പറഞ്ഞത്. ആ മരുന്ന് ഇവിടെ ഇല്ലാന്ന് പറഞ്ഞു. പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ ഭയങ്കര ചിലവാണ്. വാങ്ങിക്കുമ്പോൾ ചിലവാണ്.